അപ്പൊ ഡെയിൻ ചേട്ടാ, ഇനി ഒരു സ്പെഷ്യൽ ആള് വരാൻ പോവാണ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യനും ഉള്ള ഒരു ആൻസറുമായിട്ട് ആൻസർ കുട്ടി എത്താണ്. വെൽക്കം ആൻസർ ഓൺ സ്റ്റേജ്. ഒരു മാച്ചില്ലാത്ത സാധനം. അത് ക്യാമറ. അത് ഈ 3 ജഡ്ജസിനെ ഫോട്ടോ എടുക്കാൻ. പാടം പൂത്ത കാലം അതാണ് പാടം അല്ല കുയിലിനെ തേടി. അതിനകത്ത് ഫോട്ടോ എടുക്കും. അത് ഫോട്ടോ എടുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിന്തിക്കണല്ലേ. അപ്പൊ ഞങ്ങളെയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണണം. അപ്പൊ അല്ല, സാധാരണ ക്യാമറ ബ്ലാക്കും എടുക്കുന്ന ഫോട്ടോ കളറുമാണ്. ഇത് ഫോട്ടോ കളറും അല്ല, ക്യാമറ കളറും ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വൈറ്റ്. ഇത് ഫോട്ടോ എടുക്കാൻ തോന്നുന്നു. എടുത്തോ. എടുത്താ ഫോട്ടോ കാണിച്ചു. കറക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസാ. അതൊക്കെ എത്ര പെട്ടെന്നാ ഫോട്ടോ വരുന്നത്. ഇങ്ങോട്ടോ കൊണ്ടോ ഇങ്ങനെ ആക്ക് വീശി വീശി വീശ്. വീശി വീശി കഴിഞ്ഞിട്ട് കളിപ്പാട്ടമായിരിക്കും. അല്ല, ഉണ്ട് എന്താ രൂപമുണ്ട്. തലകുത്തിയാ ഞങ്ങളുടെയൊക്കെ തന്നെയാണോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. നമ്മൾ കഴിഞ്ഞ കാലത്തേക്ക് ഒന്ന് ചുമ്മാ സഞ്ചരിച്ചു. പഴയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന 3 പേരെ നമ്മൾ കണ്ടു. ജഡ്ജസിനെ കാണിച്ചു കൊടുക്കട്ടെ. ആ ജഡ്ജസിനെ ഞങ്ങൾക്ക് തന്നെ കണ്ടിട്ട് മനസ്സിലാവുള്ളൂ. കാണിച്ചു കൊടുക്ക്. ഒരു നിഴൽ പോലെ എനിക്ക് തോന്നുന്നു. മോശമല്ല. കണ്ടോ, അവര് ഞെട്ടി. വിചാരിച്ചേ അല്ല, ഉണ്ട്. അയ്യോ ഫോട്ടോ കാണുന്നുണ്ട് നിങ്ങള്? ഉണ്ട്. മധുവങ്കളതാ കൈ ഇങ്ങനെ. ഞാൻ തമാശയാന്ന വിചാരിച്ചേ. ശരിക്കും വന്ന്. അതിലും കിട്ടിയിട്ടുണ്ടല്ലേ? ഞാൻ ആദ്യത്തെ ചുരുട്ടി കൂട്ടിയതാണ്. ആദ്യം ചുരുട്ടി കൂട്ടിയതല്ലേ? ഉണ്ട്. നോക്കാൻ പറഞ്ഞ എങ്ങോട്ട് പോയി. റെഡി. എന്നാലും അത്ഭുതമല്ലേ ഇതൊക്കെ? അയ്യോ, ഞാൻ കാണിക്കാം. നോക്ക്, ഇനി നിങ്ങൾ ഈ ഫോട്ടോ നോക്ക്. ഒരു പേപ്പറിനകത്ത് തെളിഞ്ഞു വന്നേക്കുന്നതാണ്. നോക്ക്. എവിടുന്ന് വാങ്ങിച്ചത്? എന്റെ ഡാഡി വാങ്ങിച്ചതാ. ഡാഡി, ഡാഡി. ഞാൻ ആൻസറുടെ ഒരു ഫോട്ടോ എടുക്കാം. MG അങ്കിളിനത് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പോസ് ചെയ്യും. ഒരു പോസ് ഇങ്ങനെയൊക്കെ കൈവെക്ക്. ഇങ്ങനെയൊക്കെ അഴുത്തൊക്കെ പിടിച്ച് തിരിയും. ഇങ്ങോട്ട് നോക്ക്. ഏതാണ്ട് ബൊമ്മയൊക്കെ തിരിക്കണ പോലെ തലക്കകത്ത്. സൂപ്പർ ഫോട്ടോ. ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് കണ്ടോ? അടിപൊളി ഫോട്ടോ ആയിരിക്കും. ഒരാൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ. രക്ഷയില്ല. ഞാൻ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിക്കാൻ പോകും. എന്തിനാ തൂക്കിക്കൊണ്ട് വന്നെന്ന് ചോദിച്ചാ അതിന്റെ അടുത്ത് ഇപ്പൊ ക്യാമറ ഇവിടെ കിട്ടുവോ ഇങ്ങനത്തെ? ആണോ മധുവങ്ങളെ? എനിക്ക് ഒരെണ്ണം വാങ്ങിത്താ മധുവങ്ങളെ പ്ലീസ്. ഒറ്റ മറക്കരുതേ. മറക്കില്ല. കഴുത്തിലിട്ടോ ഒളിമ്പിക് മെഡലൊക്കെ ഇട്ട് നടക്കുന്ന പോലെ നടക്കണം. കഴുത്തിലിട്ട് ചേച്ചി. ആൻസർ കുട്ടി, അപ്പൊ ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കും കേട്ടോ. അപ്പൊ ഏത് പാട്ടാ പാടുന്നേ? കുയിലിനെ തേടി. കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ചു പായും ധൈര്യേ. നല്ല പാട്ടാണ്. വെരി ഗുഡ് സെലക്ഷൻ. മ്യൂസിക് കെ രാഘവൻ മാഷ്. ലിറിക്സ് പി ഭാസ്കരൻ മാഷ്. ആൻഡ് സിംഗർ ജാനമ്മ ഡേവിഡ്. ആൻഡ് സിനിമയുടെ പേര് നീലക്കുയിൽ. സിനിമയുടെ ഇയർ
1954. വെരി ഗുഡ്. 1954. കുയിൽ അങ്ങനത്തെ ഒരു അല്ലേ സ്പെഷ്യൽ ചിത്രമല്ലേ അത്? അതെ 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 അതെ. എംജങ്ങളെ ഇത് എംജങ്ങൾക്കുള്ള പാട്ട്. താങ്ക് യു മോളെ, താങ്ക് യു. നീല ഷർട്ട് ഇട്ടോണ്ടോ അല്ലേ രണ്ടുപേർക്കും? അല്ലല്ല 1954 ആയതുകൊണ്ട്. അത് അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. പിന്നെന്താ, ഓൾ ദ ബെസ്റ്റ്, ഓൾ All ദ the ബെസ്റ്റ്. best, മോളെ, all the best. താങ്ക് യു. കുയിലിനെ തേടി കുരിച്ച് പായും മാറാ പട്ടുക്കുപ്പായക്കാരാ നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം, ഒരു കിന്നാരം ചോദിക്കാം. തങ്കനിലാവത്ത് താലി കെട്ടിയ താമരവള്ളിക്ക് തുള്ളാട്ടം, ചെന്താമരവള്ളിക്ക് തുള്ളാട്ടം. മിന്നും പൊന്നും മാറത്തു കെട്ടിയ കുഞ്ഞോളത്തിന് ചാഞ്ചാട്ടം, ഈ കുഞ്ഞോളത്തിന് ചാഞ്ചാട്ടം. കാണാതെ വന്നെന്റെ കണ്ണൊന്ന് പൊത്തി പൂണാരം തന്നാട്ടെ, കഴുത്തിൽ പൂണാരം തന്നാട്ടെ. താമരക്കുളങ്ങര വന്നിട്ട് എനിക്കൊരു സമ്മാനം തന്നാട്ടെ, എനിക്കൊരു സമ്മാനം തന്നാട്ടെ. കുയിലിനെ തേടി കുരിച്ച് പായും മാറാ പട്ടുക്കുപ്പായക്കാരാ നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം, ഒരു കിന്നാരം ചോദിക്കാം. മാനത്തൊണ്ടൊരു തട്ടാനിരുന്ന് തട്ടണ മുട്ടണ മാണിക്യം, ആ തട്ടണ മുട്ടണ മാണിക്യം. കുന്നിൻ മോളിൽ കൊന്നത്തയിൽ കാതിലുണ്ടൊരു ലോലാക്ക്, ചെറുകാതിലുണ്ടൊരു ലോലാക്ക്. നിന്നെ കാത്ത് നിന്നെ മോർത്ത് ഞാനിരിക്കുമ്പോൾ, ഇനി ഞാനിരിക്കുമ്പോൾ പീഡിച്ചുരുൾ മുടിക്കെത്താൻ എനിക്കൊരു പൂമാല തന്നാട്ടെ, എനിക്കൊരു പൂമാല തന്നാട്ടെ. കുയിലിനെ തേടി കുരിച്ച് പായും മാറാ പട്ടുക്കുപ്പായക്കാരാ നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം, ഒരു കിന്നാരം ചോദിക്കാം. ആഹാ, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. ആൻസർ കുട്ടി സൂപ്പർ. കലക്കി. താങ്ക് യു. ആൻസർ കുട്ടി എന്തോ അടിപൊളിയായിട്ട് പാടിയാട്ടോ. താങ്ക് യു. പിന്നെ എനിക്കൊരു ഇഷ്ടം തോന്നിയത് മോള് ചില സ്ഥലത്തൊക്കെ ഒന്ന് ചിരിച്ചൊക്കെ വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു ചിരിച്ചോണ്ട് പാടണം, ഇനി ഇങ്ങനെ അങ്ങനെ പാടരുത് എന്ന്. അപ്പൊ അത് മാറ്റി, കുറെ സ്ഥലത്ത് മാറ്റി, കുറെ സ്ഥലത്തുണ്ട്. എന്നാലും മാറി മാറി വരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ പാട്ടിൽ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ പരിക്കുകളൊന്നുമില്ല. വളരെ ഒരു ഹെയർ ലൈൻ ഇതെന്നൊക്കെ പറയുന്നത് ചെറുത് മാത്രമേ ഉള്ളൂ. വേറെ എനിക്കൊന്നും പറയാനില്ല. അതിമനോഹരമായിട്ട് പാടി. ഇത് ശരിക്കും ഞങ്ങൾ പണ്ട് ഈ ഷോയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് KPSC ലളിത ചേച്ചിയുടെ പാട്ടാണ്. അതിനു മുമ്പ് ഷോയ്ക്ക് പോകുമ്പോഴത്തേക്ക് സുകുമാരി ചേച്ചിയുടെ പാട്ടാണ്. ആ സുകുമാരി ചേച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഷീസ് വെരി പവർഫുൾ. ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യും. ഡാൻസ് ചെയ്ത് മാരാ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര, അതായത് കുയിലിനെ തേടി കുതിച്ചു പായും മാരാ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് ബാക്കി വന്നിരുന്ന് അണയ്ക്കുന്നതാണ്. കാരണം വെച്ചാല് വർക്കിനോടുള്ള ഡെഡിക്കേഷൻ, പാടാനുള്ള ഇഷ്ടം. അപ്പൊ അങ്ങ് തകർത്ത് വിടും. എന്നിട്ട് തിരിച്ചു വന്നിരുന്ന് വെള്ളമൊക്കെ കുടിച്ചു. അത് ഈ ആക്ടേഴ്സിന് മിക്കവർക്കും
എന്തിന് നമ്മുടെ ലാലേട്ടനടക്കം ഒരു അതെ. പാട്ട് അത്രയും അവർ അഭിനയം ഇപ്പൊ അവർക്ക് എല്ലാ ദിവസവും ചെയ്തോണ്ടിരിക്കുന്നത്, പക്ഷെ അവരുടെ ഇഷ്ടവും അല്ലേ ഒരു സ്റ്റേജ് കിട്ടുമ്പോഴത്തേക്കും അവരുടെ റിഹേഴ്സൽ പാടാനുള്ള ചെയ്ത് ഒരു ഒരു ത്വര ഇഷ്ടവും ആഗ്രഹം. അതെല്ലാം കൂടെ ചേരുമ്പോ അവരുടെ ഒരു ഫീലേ. എന്തായാലും മോള് നന്നായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു. ആൻസർ കുട്ടി എന്തോ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ. ആ, മിടുക്കിയായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി ട്ടാ. thank you. ചില സ്ഥലത്ത് മാത്രം ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ശ്രുതി പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടാ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ പാട്ട് അടിപൊളിയായിട്ട് പാടി Thank you. കേട്ടാ. കാണാനും നല്ല രസമുണ്ടായിരുന്നു. ആ, ആ സ്ലിം ബ്യൂട്ടി ഇപ്പൊ കൊതിയാവുന്ന കണ്ടിട്ട്. അതെ, അതെ. എന്തായാലും വേറൊരു പാട്ട് അങ്കിൾ പാടിത്തരാം. ആ. മോഹൻ സിത്താർ അങ്കിൾ ചെയ്ത പാട്ടാണ്. ഓക്കെ. അണ്ണാറ കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. അണ്ണാറ കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. മൂവാണ്ടൻ മാവേൽ വാവ ഒരു പുന്നാരത്തേൻ കനി താത്ത. നങ്ങേലി പശുവിന്റെ പാല് വെള്ളപ്പിഞ്ഞാണത്തിൽ നിനക്കേകാം. ഒരുക്കാം ഞാൻ പൊന്നോണം ചങ്ങാതി. അണ്ണാറ കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. അണ്ണാറ കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. അത് ഞാൻ പണ്ട് കേൾക്കണ പാട്ടാ. ആണോ ശരിക്കും? പാട്ടാ. ആഹാ. പണ്ടെന്ന് പറയുമ്പോ എത്ര വർഷം എത്ര മുമ്പാ? വർഷം, എത്ര വയസ്സുള്ളപ്പോ? ഒരു 15 വർഷം മുമ്പ്. എഞ്ചിനില് ഓ, ആയിരിക്കണത് ആരാന്നറിയാമോ? എവിടെ? അമ്മൂമ്മയുടെ അപ്പുറത്ത്. ആ, എന്റെ ഒരു പടം വരച്ച സീമ. സീമാ മിസ്. ആ, സീമാ മിസ് ആണല്ലേ? മിസ്സിനെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങള്. അപ്പൊ എന്തോ ഒരു വലിയൊരു ആരാധികയായിരിക്കും. അതെ, അതെ. ആകെ മൊത്തം ടീച്ചറാണ്, വീട്ടിലെ കാര്യം നോക്കണം, അതിന്റെ ഇടയിൽ പടം വരയ്ക്കാനും കൂടെ സമയം കണ്ടെത്താന്ന് പറഞ്ഞ എന്താ ഇങ്ങനെ ഒരു ആരാധന നമുക്ക് ചോദിച്ചു കളയാം സീമാ മിസ്സിനോട്. എം ജി സാറിന്റെ ആ ചിത്രം വരയ്ക്കാനുള്ള അതിനുള്ള ഒരു- ചേതോവികാരം എന്തായിരുന്നു? പറഞ്ഞോ മിസ്. എപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന ഒരു പിക്ചറാണ് നമുക്ക്. പിന്നെ അങ്ങനെ അതൊക്കെ ഒന്നും മെമ്മറിയിൽ പതിഞ്ഞു പോയതാണ്. നമ്മുടെ മനസ്സിലൊരു ചിത്രം പതിഞ്ഞു കഴിഞ്ഞാൽ അത് വരയ്ക്കുന്നു. അപ്പൊ അങ്ങനെ ഓരോരുത്തരായിട്ട് ഞാൻ വരച്ചോണ്ട് വന്നുകൊണ്ടിരിക്കും. പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി വരും, നിങ്ങളുടെയൊക്കെ വരും. വെയിറ്റ്. അല്ല, ചിലർക്ക് ചിലവരോടൊരു വല്ലാത്തൊരു ആരാധന കാണും. അത് നമ്മൾ എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ മിസ് എന്താ പഠിപ്പിക്കുന്ന? ഡ്രോയിങ് ആണോ? ഡ്രോയിങ് ആണ് പഠിപ്പിക്കുന്നത്. Drawing ആണ്. അതാണ് ഓക്കെ. ഓക്കെ. എങ്ങനെ ആൻസർ കുട്ടി നന്നായി വരയ്ക്കോ? ആ, എങ്ങനെയാണ്? കുഴപ്പമില്ല, ചെയ്യുന്നുണ്ട്. വികൃതിയാണോ ആള്? ഇല്ല, ക്ലാസ്സിൽ പൊതുവെ സൈലന്റ് ആണ്. എങ്ങനെ? അവളുടെ തന്നെ കണ്ടു തന്നെ അതെ. അവളെ കണ്ടത് ഞാനോ? അല്ലേ ഞാനോ ഒന്ന്? ഞാനെല്ലാത്തിനും സൈലന്റാ. അല്ലെങ്കില് തന്നെങ്കിലേ കൊച്ചു സൈലന്റാ. കുറച്ചുകൂടെ പറഞ്ഞു നോക്കിയേ. Violent ആവും. Violent ആവും. പതുക്കെ violent ആയിക്കൊണ്ടിരിക്കുക. കുടുംബന്മാരെന്നെ കൂടി തല്ലൊടിച്ചാ എനിക്ക് ഭ്രാന്ത് തുറന്നു. ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒന്ന് പോയാ ഒന്ന് പോയെന്ന്. നന്നായിട്ട് പാടി ചക്കര, നല്ല രസമായി. ഇതൊരു കോമ്പറ്റീഷൻ പോലെയൊന്നും അല്ല. ആള് ലിറ്റിൽ ഏഞ്ചൽ അല്ല കേട്ടോ. അതെ. പക്ഷെ ആള് പാടുന്നതും ഇവിടെ ഭയങ്കര വിത്ത് ആക്ഷൻസ്. ഒരിക്കൽ റീമി തെറ്റിദ്ധരിച്ചു ലിറ്റിൽ ഏഞ്ചലാണ്. എല്ലാരും തെറ്റിദ്ധരിച്ചില്ലേ? പിന്നെ പാടുന്നതും വളരെ ഈസി ആയിട്ട് ഒരു മത്സരത്തിന്റെ Actions ഫീലൊന്നുമില്ല. ഒക്കെ ഒരു ടെൻഷനും ഇല്ല, ലിറിക്സ് ഒന്നും അങ്ങനെ ഒരു പ്രശ്നം ഇല്ലെന്ന് ഞങ്ങൾക്ക്. അതെ. മത്സരമാണെന്ന് ഞങ്ങളോട് പറയാണ്ടിരുന്നാ മതി അല്ലേ? ഒരു തോന്നൽ വരുത്താതിരുന്നാ മതി മത്സരാർത്ഥമുള്ള. ആടിപ്പൊളി, ഇങ്ങനെ അങ്ങ് പോട്ടെ. താങ്ക് യു. അപ്പൊ ഇപ്പൊ എത്ര മാർക്ക് എന്നൊരു കൺഫ്യൂഷനാണ്. അതെ. 99 വേണോ? 99 വേണം വേണം വേണം. ഏയ് അത്രയൊന്നും ഉണ്ടായില്ല. 98. ആ, ഓ അത്രയും. ഞാൻ ഇതിനകത്ത് മാർക്ക് എഴുതിയിട്ടുണ്ട്. ഓ, ആ പടത്തേല് അദ്ദേഹത്തിന് കൊടുക്കാം. വാ. സീമ മിസ്സിന്റെ കയ്യിൽ കൊടുത്തു. ആ, സീമാ മിസ് ആണെന്ന് അനൗൺസ് ചെയ്യാൻ പോണേ. ഓ, എന്റെ സീമ സീമ മിസ് മോടെ മാർക്ക് പറയും. ഇപ്പൊ കൂട്ടി അനൗൺസ് ചെയ്യും. മോള് 98 ആണോ 99 ആണോ എന്നുള്ള സംശയമാണ് അല്ലേ? അപ്പം മോക്ക് എത്ര ആണ് എന്നുള്ള സീമ മിസ് പറയും. അമ്മൂമ്മ ചിരിക്കുന്നുണ്ടല്ലോ അവിടെ ഇരുന്ന്. ഞാൻ പറയട്ടെ? ആ. പറയാൻ പോണ്. ആ. എത്ര പ്രതീക്ഷിക്കേണ്ട ആൻസറാ? ആ, ആഗ്രഹം എത്രയുണ്ട്? 99. അത് മതിയോ? ആ, ആ, പറയട്ടെ? പറ പറ. 100. 100 out of 100. നമ്മളാ ഞെട്ടിയത്. ആദ്യ ഒരു ക്യാമറ പുകുറ്റി. നമ്മളിപ്പോഴും പറ്റിച്ചതാണോ എന്നുള്ള ആ, വിശ്വാസം വന്നിട്ടില്ല. കൺഗ്രാറ്റ്സ് ആൻകുട്ടാ. താങ്ക് യു. ഓക്കേ. സന്തോഷായില്ലേ? ആ,
മോള് നന്നായിട്ട് പാടി കേട്ടോ, ചുമ്മാ ഒന്നുമല്ല, നന്നായിട്ട് പാടി. അതെ, നന്നായിട്ട് പാടിയെന്ന്. ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ടോ 100? ഇല്ല. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. ഓ, അപ്പൊ ഇത്ര സന്തോഷമുള്ളോ? അത് ഇന്നാള് ഞങ്ങളോട് പറഞ്ഞു 100 തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ ആളാ. ഇപ്പൊ സമാധാനായില്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ. എത്തിയിരിക്കുക. അമ്മൂമ്മയ്ക്ക് ഇരുന്ന് കരയുന്നു. കരയുന്നു. അയ്യോ. ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. ബൈ. അപ്പൊ തുള്ളിച്ചാടി പോ, തുള്ളിച്ചാടി ചാടി പോകോ. തുള്ളിച്ചാടി. തുമ്പി തുള്ളാൻ വായോ. ചിൻ ചിൻ.